രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളട്ടെ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നാരദനോട് പറഞ്ഞു, ദേവകളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ പറഞ്ഞ വാക്കിന് യാതൊരു മാറ്റവുമില്ല. എന്ത് പ്രതിജ്ഞ ചെയ്തിട്ടാണോ ഈ അവതാരത്തിന് ഞാൻ നിങ്ങളോട് ഈ ഭൂമിയിൽ സഹായം ചെയ്യുവാനായിട്ട് അവതരിക്കുവാനായി പറഞ്ഞത്, ആ കർമ്മം ഞാൻ സംശയലേശമന്യേ നിർവഹിക്കും. അതിന് മാറ്റങ്ങളൊന്നും തന്നെയില്ല. അതിനുള്ള സമയം ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. സമയം ഇതാ സമാഗതമായി കഴിഞ്ഞിരിക്കുന്നു. നാളെ വനത്തിന് ഞാൻ പോകും. മഹാരാജാവായ ദശരഥൻ വിധിപ്രകാരം അഭിഷേകം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കാൻ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അഭിഷേക സംഭാരങ്ങളെല്ലാം ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞാലും കാനനയാത്ര എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. രാവണ നിഗ്രഹം അത് നടത്തിയേ പറ്റുള്ളൂ ലോകസംഗ്രഹാർത്ഥമായിട്ട്. എന്ന് മാത്രമല്ല, എന്നെ കാണുന്നതിന് വേണ്ടിയിട്ട് ആയിരം ഋഷിവര്യന്മാർ കാനനങ്ങളിൽ തപസ് ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാ തപസ്സിൻ്റെ പരമഫലം അവർക്ക് നൽകുകയും വേണം. അതിനാൽ ഇക്കാര്യം ദേവന്മാരെ അറിയിക്കുക, ബ്രഹ്മാവിനെ അറിയിക്കുക എന്ന് പറഞ്ഞ് നാരദനെ അയക്കുകയാണ്. നാരദൻ രാമനെ നമസ്കരിച്ച് അവിടെ നിന്ന് ദിവ്യലോകങ്ങളിലേക്ക് പോവുകയും ചെയ്തു. തുടർന്ന് ശ്രീരാമചന്ദ്രന് അഭിഷേകം യുവരാജാവായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ദശരഥ മഹാരാജാവ് തയ്യാറാകുന്നത് നാം കാണുന്നുണ്ട്. എത്രയും വേഗം രാമനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണം എന്നുള്ള ആഗ്രഹം, തിടുക്കം മഹാരാജാവായ ദശരഥൻ്റെ ഹൃദയത്തിലുണ്ടായി. അതിൻ്റെ കാര്യകാരണങ്ങളൊന്നും അധ്യാത്മരാമായണത്തിൽ വിശദമായി പറയുന്നില്ല. അദ്ദേഹം തീവ്രമായി അങ്ങനെ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കുലഗുരുവായ വസിഷ്ഠനെ പോയി കണ്ട് അദ്ദേഹത്തോട് ഇനി കരണീയമായിട്ടുള്ളത് ഉപദേശിക്കാൻ പ്രാർത്ഥിക്കുന്നതാണ് നാം ഇവിടെ കേൾക്കുന്നത്. ഇത്ര വേഗം തിടുക്കം കൊള്ളാൻ കാരണമുണ്ടായിരുന്നു. വാൽമീകി രാമായണത്തിൽ അതെല്ലാം നമുക്ക് വിശദമായി കാണാം. അതിലൊരു സൂചന മാത്രം ഇവിടെ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ദശരഥ മഹാരാജാവ് പല പ്രകാരത്തിലുള്ളതായ ദുർനിമിത്തങ്ങൾ കണ്ടു. പകല് പോലും കൊള്ളിയാൻ ഇങ്ങനെ വീശുന്നത് അദ്ദേഹം കണ്ടു. എന്ന് മാത്രമല്ല, അദ്ദേഹം
ഈ പ്രകാരത്തിലുള്ള അവസ്ഥകളൊക്കെ കണ്ടപ്പോഴേക്കും ജ്യോതിഷന്മാരെ വിളിച്ച് തൻ്റെ ഗ്രഹനില പരിശോധിപ്പിച്ചു. അത് നോക്കിയിട്ട് അവർ മഹാരാജാവിനോട് പറഞ്ഞു, പ്രായേണ ഹി നിമിത്താനാം ഈദൃശാനാം സമുദ്ഭവേ രാജാ ഹി മൃത്യുമാപ്നോതി ഘോരാം ച ആപദമൃച്ഛതി. അല്ലയോ മഹാരാജാവേ, ഇവിടെ ക്രൂരഗ്രഹങ്ങൾ അങ്ങയുടെ ജന്മനക്ഷത്രത്തെ പിടികൂടിയിരിക്കുന്നു. സൂര്യനും ചൊവ്വയും രാഹുവുമെല്ലാം. അങ്ങനെയുള്ളതായ ഈ സാഹചര്യങ്ങളെല്ലാം ഒത്തുവരുന്ന കാണുമ്പോൾ അങ്ങ് കണ്ട ദുർനിമിത്തങ്ങളും എല്ലാം ഒരുമിപ്പിച്ച് കൂട്ടി ചിന്തിക്കുമ്പോൾ വ്യക്തമാകുന്ന കാര്യം ഇതാണ്: രാജാവിന് മൃത്യുവുണ്ടാകും എന്നാണ്. അതിൽ ദശരഥന് ഭയമില്ല. അക്കാര്യത്തിൽ ദശരഥൻ ഭയക്കില്ല എന്നും അവർക്കറിയാം. പക്ഷേ അടുത്ത് വേറൊരു കാര്യം കൂടി അവർ പറഞ്ഞു. അതും പ്രശ്നവശാൽ തെളിഞ്ഞു കാണുകയാണ്. ഘോരാം ച ആപദമൃച്ഛതി. ഭയങ്കരമായ ഒരു ആപത്ത് അദ്ദേഹത്തെ സമീപിക്കും, ആപത്തിൽ അദ്ദേഹം പെടും എന്നും അവർ പറഞ്ഞു. മഹാരാജാവ് ചിന്തിച്ചു, എന്തായിരിക്കും ആപത്ത് എന്ന്. പണ്ട് താൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കാനനത്തിൽ വേട്ടയാടി നടന്ന അവസരത്തിൽ തനിക്ക് ലഭിച്ചതായ ആ ശാപം അത് ഫലിക്കും എന്ന് അദ്ദേഹം ഭയന്നു. മുനിയുടെ ശാപം ഫലിച്ചേ പറ്റൂ. ആദ്യം അദ്ദേഹം ഏറെക്കാലം മക്കള് ഉണ്ടാകാതിരുന്നപ്പോഴേക്കും പുത്രശോകത്താൽ നീ മരിക്കട്ടെ എന്നുള്ള മുനിയുടെ വാക്യം, അന്ധമുനിയുടെ വാക്യം, അത് ആ പ്രകാരത്തിലായിരിക്കും നടപ്പിലാവുക എന്ന് കരുതി വളരെയേറെ വ്യാകുലപ്പെട്ടു. അതിന് പ്രതിവിധി തേടി വസിഷ്ഠ ഋഷി അശ്വമേധവും അതിൻ്റെ തുടർച്ചയായി പുത്രകാമേഷ്ടിയും നടത്താൻ നിർദ്ദേശിച്ചു. ഋഷിശൃംഖനെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കണം എന്നും പറഞ്ഞു. അത് ആ പ്രകാരത്തിൽ വിധിപ്രകാരം വളരെ ഭംഗിയായിട്ട് നടന്നു. അതിൻ്റെ ഫലമായിട്ട് പായസാംശത്തിൽ നിന്ന് 4 ഗുണവാന്മാരായ പുത്രന്മാരവർക്കുണ്ടായി. ദശരഥ മഹാരാജാവ് വളരെയേറെ സന്തോഷിച്ചു. പത്നിമാരും വളരെയേറെ സന്തോഷിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും സന്തോഷം വർദ്ധിച്ചുകൊണ്ടേ വന്നു. അത് കഴിഞ്ഞ് ദശരഥൻ വീണ്ടും ഒന്ന് ഭയന്നത് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ കൂടെ അയക്കണം എന്ന് പറഞ്ഞപ്പോഴാണ്. രാമനെ പിരിഞ്ഞാൽ താൻ മരിച്ചു പോകും എന്നൊക്കെ ദശരഥൻ വ്യാകുലതയോട് പറയാനുള്ള കാരണം ഈ ഋഷിശാപം ഓർത്തിട്ടാണ്. രാമൻ ദൂരെയായിരിക്കുമ്പോഴേക്കും തനിക്ക് പ്രാണവിയോഗം സംഭവിക്കും എന്ന് അദ്ദേഹം കരുതി. അങ്ങനെ പുത്രശോകത്താൽ, പുത്രനെ പിരിഞ്ഞതുകൊണ്ടുണ്ടാകുന്ന ശോകത്താൽ താൻ മൃതിപ്പെടും എന്നുള്ള ഭയമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ അതുണ്ടായില്ല. പകരം വിശ്വാമിത്രൻ മക്കളെ കൊണ്ടുപോയത് ഏറ്റവും വലിയ മംഗളകാരിയായ സംഭവമായി മാറി. ആഹ്ലാദം വർദ്ധിച്ചതേയുള്ളൂ. ഇനി തന്നെ സംബന്ധിച്ചിടത്തോളം നടപ്പിലാക്കാനുള്ളത് യുവരാജാവായിട്ട് രാമൻ്റെ അഭിഷേകം നടത്തുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം താൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എത്ര അശ്വമേധയാഗങ്ങൾ ചെയ്തു. ദേവലോകത്തെ എത്ര തവണ താൻ രക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. ധർമ്മത്തിൻ്റെ ബന്ധാവിലൂടെ ലോകത്തെ മുഴുവൻ താൻ നിരന്തരമായി നടത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ താൻ ചെയ്യേണ്ടത് രാജാവെന്നുള്ള നിലയിൽ, അതും സൂര്യവംശജൻ എന്നുള്ള നിലയിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒന്ന് മാത്രമേ ഉള്ളൂ. നകിഞ്ചൻ മമ കർത്തവ്യം തവ അന്യത്ര അഭിഷേചനാത്. അഭിഷേക തീരുമാനത്തിന് ശേഷം രാമനെ ഏകാന്തതയിൽ വിളിച്ച് ദശരഥൻ പറയുന്ന ഒരു വാക്യമാണിത്. ഇങ്ങനൊരു സന്ദർഭം വാൽമീകി രാമായണത്തിൽ കാണാം. അധ്യാത്മരാമായണത്തിൽ ആ സന്ദർഭമില്ല. കാരണം ആധ്യാത്മികമായ അർത്ഥത്തിന് പ്രാധാന്യം കൊടുത്ത് പറയുമ്പോഴേക്കും ആ സംഭവങ്ങൾ പ്രത്യേകിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത്രയേ ഉള്ളൂ. അവിടെ അഭിഷേക നിശ്ചയത്തിന് ശേഷം അവിടെ ഗംഭീരമായിട്ട് ആളുകൾ ഉത്സവം ആഘോഷിക്കുന്നു. അപ്പോഴാണ് രാമനെ തനിച്ച് തൻ്റെ മുറിയിലേക്ക് വരുത്തിയിട്ട് രാമനോട് പറയുന്നത്, നാളെ പുലരിയിൽ നിനക്ക് അഭിഷേകം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ഇനി ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. അതാണ് അദ്ദേഹം പറയണത്.
ഒരു കാര്യം മാത്രമേ എൻ്റെ ജീവിതത്തിൽ ചെയ്യാനുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നിന്നെ അഭിഷേകം കഴിക്കുക എന്നുള്ള കാര്യം മാത്രം. അതുകൊണ്ട് അത് എത്രയും വേഗം വേണം തീരുമാനിച്ചു. നാളെ നല്ല നക്ഷത്രം, പൂയം നക്ഷത്രം, പുലരിയിൽ. അപ്പോൾ തന്നെ നീ അഭിഷിക്തനായിക്കൊള്ളുക എന്ന് അദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കും. അപ്പോൾ ഇത് മാത്രമേ ഇനി തനിക്ക് ചെയ്യാനുള്ളൂ. അതിന് വിഘ്നം വന്ന് മുനിശാപം അങ്ങനെ ഫലിക്കുമോ? ഇതായി അദ്ദേഹത്തിൻ്റെ ചിന്ത. ഇപ്പോഴിതാ മൃത്യുസൂചകമായിട്ടുള്ളതായ ലക്ഷണങ്ങളൊക്കെ കാണുന്നു. എന്ന് മാത്രമല്ല, ജ്യോതിഷന്മാരെ കൊണ്ട് ജാതകം പരിശോധിപ്പിച്ചപ്പോഴേക്കും മൃത്യു സമാഗതം എന്ന് ദശരഥൻ മനസ്സിലാക്കുന്നു. ഭയമില്ല, പക്ഷേ ഘോരാംച ആപദമൃച്ഛതി എന്നവർ അപ്പോൾ പുത്രനെ പിരിഞ്ഞ് മരിക്കുക എന്നുള്ള ആ പ്രകാരത്തിൽ എന്തെങ്കിലും ദുഃഖം സംഭവിക്കുമോ എന്ന് അദ്ദേഹം ഭയന്നു. അപ്പോൾ എത്രയും വേഗം രാമൻ്റെ അഭിഷേകം നടത്തുക. അപ്പോൾ ചെയ്യേണ്ടതെല്ലാമായി. ഇനി ഇതൊന്നും മാത്രമേ ഉള്ളൂ, എല്ലാം ആയിക്കഴിഞ്ഞു. അതിനുശേഷം എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല. പിന്നെന്താ സംഭവിക്കുക? ദശരഥൻ്റെ മരണം. അത് ദശരഥനെ സംബന്ധിച്ചിടത്തോളം തെല്ലും ഭയമുള്ള കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് അദ്ദേഹം കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠനെ സമീപിച്ചിട്ട് തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. വംശത്തിന് ആചാര്യനായിരിക്കുന്ന വസിഷ്ഠനെ വന്ദിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും, അവരിൽ പ്രധാനികളും മന്ത്രിമാരും എല്ലാവരും രാമനെ നിരന്തരം പ്രശംസിക്കുന്നു. ശ്രീരാമചന്ദ്രനെ യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കണം എന്നതാണ് അവരുടെ എല്ലാം ആഗ്രഹം. അത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനു വേണ്ടതായ സർവ്വ ഗുണങ്ങളും അവനിൽ തികഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അലയോ കുലഗുരു, രാമൻ്റെ അഭിഷേകം എത്രയും വേഗം നടത്തണം. അതിന് വേണ്ടുന്നത് എന്തൊക്കെയാണ് എന്ന് അങ്ങ് തന്നെ കൽപ്പിച്ചാലും അങ്ങയുടെ ആജ്ഞയനുസരിച്ച് വേണ്ടുന്നതെല്ലാം ഇവിടെ ഒരുക്കാൻ ഞാൻ തയ്യാറാണ്. നാളെ പുലരിയിൽ പൂയം നക്ഷത്രം, നാളെ തന്നെ ആകണം അഭിഷേകം. അല്പം പോലും വൈകിക്കുക പാടില്ല. ഗുരുനാഥനോട് അദ്ദേഹം ഭക്തിപൂർവം പ്രാർത്ഥിച്ചു. വാൽമീകി രാമായണത്തിലാണെങ്കിൽ വേറെ സന്ദർഭം കൂടി കാണും. അദ്ദേഹം എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടുന്ന ഒരു സഭയുടെ കാര്യം അവിടെ വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി, സൈന്യാധിപന്മാരെല്ലാം വിളിച്ചുകൂട്ടി. എന്തിന്? തൻ്റെ സാമന്തന്മാരായ രാജാക്കന്മാരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് അവരോട് പറയാണ്, എനിക്ക് വളരെയേറെ വയസ്സായി കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും കാലം ഞാൻ ധർമ്മത്തിന് ലോപം വരാതെ നാടുവാണു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി അറിയും. ഇനിയും ആ പ്രകാരത്തിൽ രാജ്യം ഭരിക്കാനുള്ള ശേഷി എനിക്ക് പോരാ. പാണ്ഡുരസ്യ ആതപത്രേണ ഛായായാം ജരിതം മയ. ഈ വെൺകൊറ്റക്കുടയ്ക്ക് കീഴിലിരുന്ന് എൻ്റെ ശരീരം ഇതാ ദുർബലമായി കഴിഞ്ഞിരിക്കുന്നു. ചിരാനരകളൊക്കെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ വംശത്തിൻ്റെ ചുമതല, ഈ നാടിനെ രക്ഷിക്കുക എന്നുള്ള ചുമതല ഉചിതമായ കരങ്ങളിൽ സമർപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹം. എനിക്ക് 4 മക്കളുണ്ട്. 4 പേരും ഗുണവാന്മാരാണ്, 4 പേരും സമർത്ഥന്മാരാണ്, 4 പേരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. എങ്കിലും അതിലേറ്റവും മൂത്തവനായിരിക്കുന്ന രാമൻ, അവനെ യുവരാജാവായി കാണണം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. നമ്മുടെ പാരമ്പര്യവും അതാണല്ലോ. ഇനി നിങ്ങൾക്ക് വേറൊരഭിപ്രായമുണ്ടെങ്കിൽ, രാമനല്ല എൻ്റെ മക്കളിൽ വേറെ ആരെങ്കിലുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതല്ല ഇതിൽ പെടുന്നവരല്ലാതെ വേറെ ആരെയെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഞാൻ നിങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് ആ ആളിന് ഈ ആധിപത്യം നൽകാൻ തയ്യാറാണ്. ആ അവസരത്തിൽ ജനങ്ങളെല്ലാം ഏകകണ്ഠമായിട്ട് രാജാവിനോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, രാമം ഇന്ദീവരശ്യാമം സർവശത്രു നിബർഹണം പശ്യാമോ യൗവരാജ്യസ്ഥം തവ രാജോത്തമാത്മജം.